ചേച്ചി ശേഷം വാ ഇരിക്കടാ. എന്താ ചേച്ചി പറമ്പൊക്കെ പണിയൊന്നും ചെയ്യാറില്ല, അത് വൃത്തികേടായിട്ട് പണിക്കാരെ കിട്ടണ്ടടാ. ആ വീട്ടിലത് തന്നെ സ്ഥിതി, ഒരു രക്ഷയില്ല, ഒരാളെയും കിട്ടാനില്ല പണിക്ക്. ഇപ്പൊ ഇലക്ഷൻ ആയപ്പോ പിന്നെ എല്ലാവരും ഇലക്ഷൻ വർക്കായിട്ട് നടക്കല്ലേ. എടാ പ്രതാപ, നിനക്ക് നാണാവില്ലേടാ? നിനക്ക് ഇത്രയും പ്രായമായില്ലേ? നീ കഥ എഴുത്തും വായനയൊക്കെ കൊണ്ട് നടക്കണത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ വല്ല ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. എൻ്റെ ചേച്ചി, കഴിഞ്ഞ വർഷത്തിൽ 2 പുസ്തകം ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തു, മൊത്തം 14 പുസ്തകമായി. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു പുസ്തകം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിൻ്റെ ഒക്കെ ഒരു സുഖം, അതൊരു പ്രത്യേകത തന്നെയാണ് ചേച്ചി. അത് ഒരു പക്ഷേ ചേച്ചിക്ക് അത് മനസ്സിലാവില്ല. സാമ്പത്തികമായിട്ട് നല്ല നേട്ടമുണ്ട്. ഓടാ, ഞാൻ വായിച്ച നിൻ്റെ ഒരു പുസ്തകം 4 പേജ് വായിക്കാനായിട്ടേ ഞാനങ്ങ് കഷ്ടപ്പെട്ടു. ആ നേരത്ത് നിന്നെ ഞാൻ കിട്ടിയണ്ടില്ല. അതെ, അതൊക്കെ സാഹിത്യം, അതൊക്കെ മനസ്സിലാവണമെങ്കിൽ കുറച്ച് ഇല്ല, ഞാനൊന്നും പറയണില്ല. ഞാനും എന്തായി നീ ഇലക്ഷൻ നിക്കണെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാൻ നിക്കണമെന്നല്ലേ ചേച്ചി? അതെന്താ അവന്മാര് പാലം വലിച്ചോ? ചേച്ചിനെ സമ്മതിച്ച് ഈ വീട്ടിൽ നിന്നുകൊണ്ട് നാട്ടുകാരും മുഴുവൻ അറിയണ്ടല്ലോ, ഞങ്ങൾക്ക് പോലും അറിയാൻ പറ്റണം. വർഷം കുറെ ആയില്ലേടാ ഞാൻ ഇവരൊക്കെ കാണുന്നത്. ചേച്ചി, ഞാനിപ്പോ ഒന്ന് വേറൊരു കാര്യം പറയാനാ. ഇവിടെ 12 വോട്ടുണ്ട്. ഞാൻ വോട്ട് വെച്ചിട്ട് നോക്കി, അവരെന്തായാലും ഇവിടെ വരാതിരിക്കില്ല വോട്ട് ചോദിച്ചു. അപ്പൊ ചേച്ചി അവർക്കൊരു പണി കൊടുക്കണം, അത് പറയാനാണ് ഞാൻ വന്നത്. അത് ഞാൻ ഏറ്റൂടാ. പണി കൊടുക്കാൻ എന്നെ കഴിഞ്ഞിട്ടല്ലേടാ വേറെ ആളുള്ളൂ. അവര് വരട്ടേടാ. എനിക്കറിയാല, അത് മതി. അവര് വഴിയിലുണ്ട്, പോരും. അപ്പൊ വരുമ്പോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ അകത്തിരിക്കുക, എന്നെ വിളിക്കരുത്. ഞാനിവിടെ ഉണ്ടെന്ന് അവരറിയരുത്. നമുക്ക് ചാക്കിട്ടാ വോട്ട് പിടിക്കണം. അതും കൂടി കിട്ടിയാ നമ്മള് ജയിച്ചു. എന്ത് ചെയ്തിട്ടായാലും ഈ വോട്ട് മൊത്തം പിടിക്കണം. അതെ, ഇവിടത്തെ ചേച്ചി ആളൊരു സംഭവം കേട്ടോ. വോട്ട് കിട്ടാൻ ഇച്ചിരി പാടാ. നമുക്ക് നോക്കാം, പിടിക്കാതെ നമുക്ക്. ആള് മക്കളും മരുമക്കളും എല്ലാവരും ഒരുമിച്ച് ഭംഗിയായിട്ടുള്ള താമസിക്കണേ. ആ ചേച്ചി പറഞ്ഞ മക്കളൊക്കെ അവിടെ നിൽക്കും, നല്ല അനുസരണയാ. പേര് മറക്കണ്ട, അംബിക, അംബിക മണി. അതെ, ഇത് ഇത്തിരി ബഹുമാനൊക്കെ കാണിക്കാം. ബാബാ പട്ടിలో നോക്കണം. മടക്കി കുത്തും, വരണ സമയത്ത് അയച്ചാ മതി. ബഹുമാനം ഉണ്ട് ചേച്ചോട്ടെ. ഞങ്ങളെ ഇവിടെ നല്ല സൗകര്യം. ചേച്ചി അറിഞ്ഞില്ലേ എന്ത് എലക്ഷനായി? അത് നിങ്ങളെല്ലാവരെയും കണ്ടപ്പോ തന്നെ മനസ്സിലായി. അമ്പി ചേച്ചിയോട് പിന്നെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, പേര് അനില്, ചിഹ്നം തേങ്ങ. നിനക്ക് എന്റെ പേരൊക്കെ അറിയാല്ലേ? ഞാൻ വിചാരിച്ചു നീ ഒന്ന് മറന്നുണ്ടാവുന്നു. ചേച്ചി എന്ത് വർത്താനം ചേച്ചി പറയണേ? എനിക്ക് നിങ്ങളൊക്കെ അറിയാം. ഞാനിങ്ങനെ തിരക്കാരോട് വരാൻ പറ്റില്ല എന്നല്ലേ, അല്ലാണ്ട് അറിയാണ്ടൊന്നുമില്ല. ഞങ്ങളപ്പോൾ വന്ന കാര്യം പറയാം. ഇലക്ഷനാണ്, വോട്ട് എനിക്ക് തന്നെ ചെയ്യണം. ഞങ്ങളൊക്കെ ഇവിടുത്തെ എന്ത് കാര്യത്തിനും ചേച്ചി ദേ എന്ന് വിളിക്കുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയിരിക്കും. വോട്ട് എന്തായാലും ഞങ്ങൾക്ക് തന്നെ തരണം. അത് പിന്നെ ചേച്ചിയോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇവിടുത്തെ വോട്ടെല്ലാം നമുക്കല്ലേ. മോന്റെ പേര് എന്തെന്നാന്ന് പറഞ്ഞേ? എൻ്റെ പേര് ശ്രീജിത്ത്. മോനെ റേഷൻ കടയിൽ മണ്ണെണ്ണ വന്നിട്ടുണ്ടെന്ന് അറിയോ? ചേച്ചി മണ്ണെണ്ണയും അരിയും എല്ലാം വന്നിട്ടുണ്ട്. അന്ന് റേഷൻ കടയിൽ പോയി ചേച്ചിക്ക് അരിയും മണ്ണെണ്ണ ഒന്ന് വാങ്ങിച്ചിട്ട് തന്നേ. കാർഡ് ഇപ്പം എടുത്ത് തരാട്ടാ. OTP വരുമ്പോൾ ചേച്ചിനെ വിളിച്ചാൽ മതി, പറഞ്ഞുതരാം. ആണോ? അതെ, മോൻ തന്നെ. മോൻ പോയിട്ട് വരുമേ ചേച്ചിക്ക് ഒരു കുപ്പി കള്ള് വാങ്ങിച്ചിട്ടുണ്ടോ കേട്ടോ, കള്ളപ്പം ഉണ്ടാക്കാനാണ്. അല്ലെങ്കിൽ ആ സൈക്കിൾ എടുത്ത് കിട്ടോ. ചേച്ചി ആ സഞ്ചിയും കാർഡൊക്കെ ഉണ്ട്. അതെ അനില് 12 വോട്ടം മുഷിപ്പിക്കാൻ പറ്റില്ല. എടാ മോനെ, നിന്റെ പേരെന്തുന്നാ? എൻ്റെ പേര് ദിജീഷ്, സതീശൻ്റെ മോൻ. മോനെ നിന്റെ വയറൊക്കെ ചാടിയില്ല. എക്സർസൈസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ലെന്നേ, ഇരുന്നുള്ള പണിയാ. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ടൊന്ന് ജിമ്മിലൊന്ന് പോവാൻ. അന്ന് മോന് വയറ് കുറയ്ക്കാൻ ചേച്ചി ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം. എന്ത് സൂത്രപ്പണി ചേച്ചി? അപ്പുറത്ത് കുറച്ച് വിറക് എടുക്കുന്നുണ്ട്, അതൊന്ന് കീറി തന്ന ചേച്ചിക്കൊരു ഉപകാരമായി, മോനൊരു എക്സർസൈസും ആയി.
അല്ല അല്ലേ കോടാലി കോടാലിയുടെ അപ്പുറത്തുണ്ടാവും കേട്ടോ. വാ. എടാ ഞാനെന്നാ പോയിക്കോട്ടെ. എൻ്റെ വാർഡിൽ തന്നെ ഞാൻ പണി തീർത്തിട്ടില്ല. നീ വിളിച്ചപ്പോൾ ഞാൻ വന്നുള്ളൂ. ഇത് പണി കിട്ടുന്ന തോന്നണം കേട്ടോ. കുറച്ചേരം കൂടി നിൽക്കുന്നേ. നമുക്ക് എന്തെങ്കിലും തീരുമാനമാക്കാം. പിടിക്കും. അതെ ആ ഫ്ലെക്സ് അടിച്ചത് മേടിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് മേടിച്ചിട്ട് വരാം. മോനെന്തിട്ട് ജോലി? എനിക്ക് പയ്യൻ്റെ പണി ചേച്ചി. ഓ ഭാഗ്യായി, മോനെ ദൈവമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. എടാ മോനെ ആ ബാക്കിലാ ബാത്റൂം. അയ്യോ ചേച്ചി ബാത്റൂം കഴുകണ കാര്യം പറയില്ലേ. ബാത്റൂം കഴുകാനല്ലടാ, അവിടെ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്, അതൊന്നും അടിക്കാനാ. അതിൻ്റെ പെയിൻ്റൊക്കെ ഇവിടെ ഉണ്ടാ ചേച്ചി. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പെയിൻറ്റ് ചെയ്യണേ? ഡ്രസ്സ് അവിടെ ബംഗാളി ഇട്ട ഡ്രസ്സ് അവിടെ കിടക്കണ്ട, അതെടുത്തോ. ബംഗാളി ഇട്ട ഡ്രസ്സാ അതവിടെ ഉണ്ടല്ലോ അല്ലേ? ചേട്ടാ ബക്കറ്റ്. മോൾക്ക് എന്താ ജോലി? ഞാൻ മേക്കപ്പ് സ്റ്റുഡിയോ നടത്താണ്. മോളെ ഒരാഴ്ചയായി വാഷിംഗ് മെഷീൻ കേടായിട്ട്. കുറച്ച് തുണികളുണ്ട്, ഒന്ന് വാഷ് ചെയ്ത് അടി. എടാ നീ ഒന്നുണ്ടോ നീ? പോരാട്ടോ. എടാ ഈ പണ്ടാർത്തള്ളനെ എടുത്തിട്ട് ഞാൻ അലക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. 12 തൊട്ട് അതിനെ അറിയാത്. നമ്മൾ അതാണ് നമ്മളിട്ട് അഡ്ജസ്റ്റ് ഞാൻ പോവാണ്. നിക്ക് പോവല്ലേ. വാ ചെയ്യാം. അനിലേ, അപ്പം എല്ലാം ഓക്കെ അല്ലേ? മോളെ നീ ചെയ്തു തരില്ലേടി? അലക്കലും സോപ്പൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ? പിടിച്ചോ. അപ്പൊ പിന്നെ ഞാനേ ഇവരൊക്കെ പണിയിലാണല്ലോ. അപ്പൊ ഞാനെന്നാ പോയിട്ട് ചായ കുടിച്ചിട്ട് കുറച്ചു നേരം കണ്ടു വരാം. പോരാ മോനെ പോവല്ലേടാ, നിന്റെ ചിഹ്നം തേങ്ങയല്ലേടാ? ചേച്ചിക്ക് കറിക്കരയ്ക്കാൻ തേങ്ങയില്ലടാ, ഒരു 4 തേങ്ങ ഇട്ടാ. എന്തൊട്ട് തെങ്ങാറാനാ ഞാനാ? എന്റെ പൊന്ന് ചേച്ചി, എനിക്ക് തെങ്ങാറാനൊന്നും അറിയില്ല. എല്ലാം പഠിക്ക്, നീ തെങ്ങേറിയൊക്കെ പഠിക്കടാ. നീ വാർഡ് മെമ്പർ ആവാനുള്ളല്ലേ? തേങ്ങയല്ലേ നിന്റെ ചിഹ്നം. 12 ഓട്ടമുള്ളാണ്. അപ്പൊ ഞാൻ തെങ്ങ് കയറണോ? ഈ കളപ്പ എന്നിട്ട് കയറാൻ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും എനിക്കും പണി കിട്ടി. ഞാൻ 12 വോട്ട് തന്നെ എനിക്ക് വോട്ട് ഉറപ്പല്ലേ? ശരി.